നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അറിയാൻ ഇനി ഒരു ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം അറിയുന്നതിന് മുമ്പുള്ള എക്സിറ്റ് പോളുകൾ വ്യാപകമായി പ്രസിദ്ധീകരിക്കുകയും അതിൻ്റെ തുടർച്ചയായി മലയാളം ചാനലുകൾ ഉൾപ്പെടെ ഈ എക്സിറ്റ് പോളുകളെല്ലാം ചേർത്ത് വെച്ചുള്ള വിശകലനങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. മലയാളത്തിലെ ന്യൂസ് ചാനലുകൾ ഇത് സംബന്ധിച്ച് ഇന്ന് മുഴുവനായിട്ട്, ഇപ്പോൾ റിപ്പോർട്ടർ ടി വിയൊക്കെ ഇന്ന് മുഴുവൻ സമയവും ഇതിൻ്റെ ചർച്ചയ്ക്കാണ് നീക്കിവെച്ചത്. മറ്റ് ചാനലുകളും ഗൗരവത്തിൽ തന്നെ ഈ വിഷയം ചർച്ച ചെയ്തു. ഇതിൻ്റെ തുടർച്ചയായി എക്സിറ്റ് പോളിന് സമാനമായി കേരളത്തിൽ നിന്നുള്ള അവരുടെ പ്രവചനം വ്യാപകമായി മറ്റ് ചാനലുകൾ നടത്തിയിട്ടില്ല. റിപ്പോർട്ടർ ടി വി അവരുടെ വിലയിരുത്തലും വിശകലനവും എന്ന മട്ടിൽ ദേശീയ തലത്തിലുള്ള റിസൾട്ട് അവരുടേതായ നിലയിൽ വിശകലനം ചെയ്ത് പറയുന്ന സാഹചര്യമുണ്ട്. എന്നാൽ മനോരമയാണ് ഇതിൽ വലിയ റിസ്ക് എടുത്തിരിക്കുന്നത്. മനോരമ പതിവ് പോലെ അവരുടെ എക്സിറ്റ് പോളിന് സമാനമായ അവരുടെ പ്രവചനം അവർ പ്രസിദ്ധീകരിച്ചു. മനോരമ ന്യൂസ് VMRമായി സഹകരിച്ച് നടത്തിയ പ്രവചനമാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവചനമാണ് പ്രസിദ്ധീകരിച്ചത്. VMRൻ്റെ സർവേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ദുഷ്പേര് അല്ലെങ്കിൽ മനോരമയ്ക്കെതിരായ പ്രചരണത്തിന് ഇട നൽകിയ പ്രവചനങ്ങൾ ഉൾപ്പെടുന്നതായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴും 2021 പ്രവചനങ്ങളിൽ MM മണി മുതൽ PV അൻവറും മുഹമ്മദ് റിയാസും വരെയുള്ള ആളുകൾ ഒക്കെ തോറ്റുപോകും എന്ന് പറഞ്ഞതും പല മണ്ഡലങ്ങളിലും BJPയുടെ സാധ്യതകൾ പ്രവചിച്ചതുമൊക്കെ നിരന്തരമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മനോരമ ഈ VMRമായി ചേർന്ന് എപ്പോഴാണോ ഇതുപോലെയുള്ള സർവേ നടത്തുന്നത് അപ്പോഴൊക്കെ ഈ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവരുടെ പ്രവചനം ചർച്ച ചെയ്യപ്പെടാറുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അതൊക്കെ മറന്നുകൊണ്ട് ഫ്രഷായി പുതിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതിന് ഒരു ദിവസം മുമ്പെയാണ് മനോരമ VMR സർവേ അല്ലെങ്കിൽ പ്രവചനം അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഈ പ്രവചനത്തിൻ്റെ പ്രത്യേകത BJPക്ക് ഈ പ്രവചനത്തിൽ സീറ്റ് നൽകുന്നില്ല എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവചനങ്ങളിൽ എക്സിറ്റ് പോളുകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം 99% സർവേകളിലും ദേശീയ തലത്തിൽ നടത്തിയ സർവേകളിലും കേരളത്തിൽ BJPക്ക് 1 മുതൽ 3, 4 വരെ സീറ്റുകൾ പ്രവചിക്കപ്പെട്ടിരുന്നു. അതിൽ തന്നെ ഒരു സീറ്റ് ഉറപ്പ് പറയുന്ന പ്രവചനങ്ങളാണ് കൂടുതലും ഉണ്ടായിരുന്നത്. എന്നാൽ കേരളത്തിൻ്റെ മനസ്സറിയുന്ന എന്ന് നമ്മൾ വിചാരിക്കുന്ന മനോരമയുടെ നേതൃത്വത്തിൽ VMR നടത്തിയ സർവേയിൽ ഒരു സീറ്റ് പോലും BJPക്ക് നൽകുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. 16 സീറ്റുകൾ UDFന് ലഭിക്കും എന്ന് പ്രവചിക്കുന്നുണ്ട്. ഒപ്പം 2 സീറ്റ് LDFന് ലഭിക്കും. 2 സീറ്റുകൾ ബലാബലം എന്നുള്ള ആരും ജയിക്കാം എന്നുള്ള സമനില, ഡ്രോ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള സീറ്റ് നിലയുമാണ് മനോരമയും VMRൻ്റെയും ഈ സർവേയിൽ പ്രവചിക്കുന്നത്. നമുക്ക് ഓരോ മണ്ഡലത്തിലൂടെയും പോയതിന് ശേഷം പ്രവചനത്തിലെ മറ്റ് കാര്യങ്ങൾ ചർച്ച ചെയ്യാവുന്നതാണെന്ന് തോന്നുന്നു. ആദ്യം കാസർഗോട്ട് നിന്നാണ് ആരംഭിച്ചത്. കാസർഗോട്ട് UDF രാജ്മോഹൻ ഉണ്ണിത്താൻ ജയിക്കും എന്നാണ് ഈ സർവേ പറയുന്നത്. UDFന് 47.72% വോട്ട് ലഭിക്കും. LDFന് 34.17% വോട്ടും ലഭിക്കും എന്നാണ് മനോരമ VMR പ്രവചനം. ഒപ്പം BJPക്ക് NDAക്ക് 17.12% വോട്ടാണ് ലഭിക്കുക എന്നും മനോരമയുടെ പ്രവചനം പറയുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായ സാഹചര്യം അവിടെ ഉണ്ട് എന്നാണ് CPM കരുതുന്നത്. പ്രത്യേകിച്ചും MV ബാലകൃഷ്ണനാണ് അവിടെ LDFൻ്റെ സ്ഥാനാർത്ഥി. മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ശബരിമല രാഹുൽ ഗാന്ധി എഫക്റ്റ് ഉണ്ടായിരുന്നു. അതിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നുള്ള വ്യാപകമായ പ്രചരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ മലബാറിലാകെ ഉണ്ടായിരുന്നു. കാസർഗോഡ് ന്യൂനപക്ഷ വോട്ടുകളെ കാര്യമായി സ്വാധീനിച്ചിരുന്നു അത്തരം പ്രചരണം. എന്നാൽ ഇത്തവണ അതില്ല, ശബരിമല എഫക്റ്റുമില്ല. ഈ സാഹചര്യത്തിൽ ഇത്രയും ഭൂരിപക്ഷത്തോടുകൂടി 47.72% വോട്ട് നേടിക്കൊണ്ട് UDFൻ്റെ ഉണ്ണിത്താൻ ജയിക്കുമോ എന്നുള്ള സംശയമാണ് പല കേന്ദ്രങ്ങളിലും ഉയരാനുള്ള സാധ്യത. കാരണം നേരത്തെ ചില പ്രവചനങ്ങളിൽ, തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പുള്ള പ്രവചനങ്ങളിൽ കാസർഗോഡ് LDF ജയിക്കും എന്നുള്ള റിസൾട്ട്, നേരത്തെയുള്ള പ്രവചനങ്ങൾ പോലും വന്നിരുന്നു എന്നുള്ള സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും മനോരമയുടെ സർവേയിൽ കാസർഗോഡ് UDF ആണ് വിജയിക്കാൻ പോകുന്നത്, രാജ്മോഹൻ ഉണ്ണിത്താൻ. പിന്നെ പാലക്കാട്ടാണ് LDFന് ലഭിക്കുമെന്ന് മനോരമ സർവേയിൽ പറയുന്നത്. 38.66% ശ്രീകണ്ഠന് UDFൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ലഭിക്കും. LDF 39.8% വോട്ട് നേടി വിജയരാഘവൻ വിജയിക്കും എന്നാണ് പ്രവചനം. അതേസമയം NDA കൃഷ്ണകുമാർ അതിശക്തനായ BJP സ്ഥാനാർത്ഥി 20.25% വോട്ട് മാത്രമേ നേടുകയുള്ളൂ എന്നും മനോരമയുടെ സർവേ പാലക്കാടിനെ സംബന്ധിച്ച് പറയുന്നു. തിരുവനന്തപുരമാണ് അടുത്തത്. തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ച് BJP പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമാണ്. എന്നാൽ ശശി തരൂർ അവിടെ വിജയിക്കുമെന്നാണ് മനോരമ VMR സർവേയിൽ പറയുന്നത്. 37.86% വോട്ടോടുകൂടി UDF വിജയിക്കും. ഒപ്പം 2ാം സ്ഥാനത്ത് NDA എത്തും. NDA രാജീവ് ചന്ദ്രശേഖർ പിടിക്കുന്ന വോട്ട് 35.25% വോട്ടാണ്. LDFൻ്റെ പന്ന്യൻ രവീന്ദ്രൻ 25.58% വോട്ട് നേടും എന്നും തിരുവനന്തപുരത്തിൻ്റെ പ്രവചനം
മനോരമ VMR സർവേ പറയുന്നു. അത് ഒരു പരിധിവരെ യുക്തിസഹമായ പ്രവചനം എന്ന് തന്നെ പറയാവുന്ന സാഹചര്യമുണ്ട്. കാരണം BJP രാജീവ് ചന്ദ്രശേഖർ എന്ന സ്ഥാനാർത്ഥി വിജയിച്ച് കയറാനുള്ള സാഹചര്യം അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വ്യക്തി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ വ്യത്യസ്തനായ ഒരു രാഷ്ട്രീയ ശൈലിക്കുടമയാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരുപക്ഷെ രാജഗോപാലിനെ പോലെയൊക്കെ മേധാവിത്വം സ്ഥാപിക്കാൻ കെൽപ്പുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയല്ല. അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ മറികടക്കുക എന്നുള്ളത് എളുപ്പവുമല്ല. മനോരമയുടെ സർവേയിൽ ശശി തരൂർ തന്നെ ജയിക്കും എന്നും പറയുന്നു. കൊല്ലമാണ് അടുത്തത്. കൊല്ലത്ത് UDF NK പ്രേമേന്ദ്രൻ 45.33% വോട്ട് നേടി വിജയിക്കും എന്നാണ് മനോരമ പറയുന്നത്. LDF മുകേഷ് 34.42% വോട്ട് മാത്രമാണ് നേടുക. 18.03% വോട്ട് NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാറും നേടും എന്ന് കൊല്ലത്ത് NK പ്രേമേന്ദ്രൻ്റെ വിജയം പ്രവചിച്ചുകൊണ്ട് മനോരമ സർവേ പറയുന്നു. മറ്റൊന്ന് മലപ്പുറത്തേക്ക് പോയാൽ മലപ്പുറത്ത് 52.56% വോട്ട് നേടിക്കൊണ്ട് ET മുഹമ്മദ് ബഷീർ ജയിക്കും എന്നുള്ളതാണ് പ്രവചനം. LDF രണ്ടാം സ്ഥാനത്ത് വസീഫ് 39.69% വോട്ട് മാത്രമാണ് നേടുക. 6.85% വോട്ട് NDAയും നേടും. ഇടുക്കിയിൽ മനോരമയുടെ സർവേയിൽ 43.69% വോട്ടോടെ UDFൻ്റെ ഡീൻ കുര്യാക്കോസ് വിജയിക്കും എന്നുള്ളതാണ് പ്രവചനം. LDF 30.31% വോട്ടോടെ രണ്ടാം സ്ഥാനത്ത്, 13% വോട്ടിൻ്റെ വ്യത്യാസം വരും. NDA 21.2% വോട്ട് മാത്രം നേടും. കണ്ണൂരിൽ വലിയ മത്സരമാണ്. അതുകൊണ്ട് തുല്യ നിലയാണ് മനോരമ പ്രവചിക്കുന്നത്. കണ്ണൂരിൽ K സുധാകരൻ 42% വോട്ട് പിടിക്കും. MV ജയരാജൻ LDFന് 42% വോട്ടും പിടിക്കും. 12.4% വോട്ട് BJPയും നേടും എന്നുള്ളതാണ് മനോരമ സർവേ. ഇതെങ്ങോട്ടും ചായാം എന്നുള്ള ഒരു സാഹചര്യമാണ് കണ്ണൂരിലുള്ളത്. നേരത്തെ പല സർവേകളും MV ജയരാജൻ വിജയിക്കും എന്ന് പറഞ്ഞിരുന്നു. K സുധാകരൻ വിജയിക്കും എന്ന് പറഞ്ഞ സർവേയും നേരത്തെ പ്രീപോൾ സർവേകൾ വന്നിരുന്നു. ഈ മനോരമ സർവേയിൽ ഇപ്പോൾ തുല്യ നിലയാണ് പ്രവചിക്കുന്നത്. ചെറിയ മാർജിനിൽ ഒരാൾ ജയിക്കാനുള്ള സാഹചര്യമാണ് രൂപപ്പെട്ടത് എന്നാണ് മനോരമ സർവേ പറയുന്നത്. വയനാട്ടിലാണ് മറ്റൊരു കാര്യം. വയനാട്ടിൽ 50.99% വോട്ട് UDF നേടും. അതായത് രാഹുൽ ഗാന്ധി നേടും എന്നാണ് പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയാനുള്ള ചാൻസാണ് ഈ താരതമ്യത്തിലൂടെ നമുക്ക് മനസ്സിലാവുക. LDFൻ്റെ സ്ഥാനാർത്ഥി 35.48% വോട്ട് ആനി രാജ നേടും. ഒപ്പം K സുരേന്ദ്രൻ BJPക്ക് വേണ്ടി 10.65% വോട്ട് നേടും. വലിയ വർധന അവിടെ K സുരേന്ദ്രൻ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഒരർത്ഥത്തിൽ മനോരമയുടെ സർവേയിലെ ഒരു ഏറ്റവും കൂടുതൽ വോട്ട് നേടാൻ ചാൻസ് ഉള്ള സ്ഥാനാർത്ഥി ഇദ്ദേഹമല്ല, രാഹുൽ ഗാന്ധി അല്ല എന്നാണ് വയനാടിൻ്റെ ഈ സർവേ റിസൾട്ടിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം മറ്റ് മണ്ഡലങ്ങളിലെ റിസൾട്ട് കൂടി പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകും. കാരണം മലപ്പുറത്ത് 52.56% വോട്ട് ET മുഹമ്മദ് ബഷീർ നേടും എന്നാണ് പ്രവചനം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി 50.99% വോട്ട് മാത്രമാണ് നേടുക. അതുകൊണ്ട് തന്നെ ഈ സർവേയിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്ന ആൾ ET മുഹമ്മദ് ബഷീർ ആയിരിക്കും. രണ്ടാമത് മാത്രമേ രാഹുൽ ഗാന്ധി ഉണ്ടാകൂ എന്നുള്ളതാണ് വയനാടിൻ്റെ ഈ റിസൾട്ട് കൂടി ചേർത്ത് വെച്ച് മൊത്തത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. ആറ്റിങ്ങലാണ് മറ്റൊരു മണ്ഡലം. ഒരുപക്ഷെ ആറ്റിങ്ങൽ, കാസർഗോഡ്, ആലത്തൂർ മുതലായ മണ്ഡലങ്ങൾ LDFൻ്റെ പഴയ കോട്ട എന്ന് പറയുന്ന മണ്ഡലങ്ങൾ ഇത്തവണ തിരിച്ചു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് നേരത്തെ വിലയിരുത്തലുകൾ വന്നത്. എന്നാൽ മനോരമ സർവേയിൽ അങ്ങനെയുള്ള ചാൻസ് കാണുന്നില്ല. മനോരമയുടെ സർവേയിൽ ആറ്റിങ്ങൽ UDF ജയിക്കും. അടൂർ പ്രകാശ് തുടർ ജയം സ്വന്തമാക്കുമെന്നാണ് പറയുന്നത്. 37.48% ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് നേടും. V ജോയ് LDFന് 30.94% വോട്ട് നേടും. 28.73% വോട്ട് NDA സ്ഥാനാർത്ഥി V മുരളീധരൻ നേടും എന്നാണ് പറയുന്നത്. 3 സീറ്റ് BJP ജയിക്കും എന്ന എക്സിറ്റ് പോൾ സർവേകൾ വന്നിരുന്നു. BJP പറയുന്ന മൂന്നാമത്തെ സീറ്റ് ആറ്റിങ്ങലാണ്. എന്നാൽ ആറ്റിങ്ങൽ അങ്ങനെ ജയിക്കാനുള്ള ചാൻസ് ഇല്ല എന്നുള്ളതാണ് മനോരമയുടെ സർവേയിൽ വ്യക്തമാകുന്നത്. മൂന്നാം സ്ഥാനത്ത് 28%, അതായത് ജയിക്കുമെന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുമായി ഏകദേശം 9% കൂടുതൽ വ്യത്യാസമാണ് പറയുന്നത്. V മുരളീധരൻ്റെ വ്യത്യാസം. കോഴിക്കോടാണ് അടുത്തത്. കോഴിക്കോട് MK രാഘവൻ UDFൻ്റെ സ്ഥാനത്ത് 46.16% വോട്ട് നേടി വിജയിക്കും. LDFന് 34.39% വോട്ട് ആണ് എളമരം കരീം നേടുക. 17.75% വോട്ട് NDA MT രമേശും നേടും. ഇനി പത്തനംതിട്ട ആണ് മറ്റൊരു കൗതുകകരമായ റിസൾട്ട്. പത്തനംതിട്ടയിൽ UDF 36.53% വോട്ട് നേടും എന്നാണ് മനോരമ റിസൾട്ടിൽ പറയുന്നത്. എന്നാൽ NDA സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്തെത്തും. അനിൽ ആൻ്റണിയാണ് എത്തുക.
32.17% വോട്ട് അവർ നേടും. തോമസ് ഐസക്ക് വെറും 27% വോട്ട്, 27.7% വോട്ട് മാത്രമാണ് നേടുക. ഏകദേശം 9% വോട്ടിൻ്റെ വ്യത്യാസം ഒന്നാമത് ജയിക്കുമെന്ന് പറയുന്ന ആൻഡോ ആൻ്റണിയുമായി വ്യത്യാസം തോമസ് ഐസക്കിനുണ്ടാകും എന്നാണ് പറയുന്നത്. അതേസമയം അനിൽ ആൻ്റണി 2ാം സ്ഥാനത്തേക്ക് എത്തും എന്ന്, വലിയ വ്യത്യാസത്തോടെ എത്തും എന്ന് മനോരമ പ്രവചിക്കുകയും ചെയ്യുന്നു. ഇത് യുക്തിസഹമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. യുക്തിസഹമായ റിസൾട്ട് ഒരു തരത്തിലും പത്തനംതിട്ടയിൽ പ്രവചിക്കപ്പെട്ടില്ല. കഴിഞ്ഞ തവണ ഏഷ്യാനെറ്റ് പ്രസിദ്ധീകരിച്ച പത്തനംതിട്ട സർവേ പോലെയാണ്. അവിടെ വീണ ജോർജ് 2ാം സ്ഥാനത്ത് അല്ല 3ാം സ്ഥാനത്താണ് എത്തുക, കെ സുരേന്ദ്രൻ 2ാം സ്ഥാനത്ത് എത്തും എന്നുള്ള പ്രവചനം കഴിഞ്ഞ തവണ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ സർവേ നടത്തിയിരുന്നു. എന്നാൽ അത് നിഷ്പ്രഭമാക്കിക്കൊണ്ട് റിസൾട്ട് വന്നപ്പോൾ 2ാം സ്ഥാനത്ത് തന്നെ വീണ ജോർജ് എത്തുകയായിരുന്നു. ആൻഡോ ആൻ്റണി ജയിച്ച് കയറുകയായിരുന്നു. അതേസമയം ഈ തെരഞ്ഞെടുപ്പിൽ കെ സുരേന്ദ്രനെ പോലെ അന്ന് ശബരിമല പ്രശ്നങ്ങളിൽ ഉൾപ്പെടെ സജീവമായി ഇടപെട്ട സ്ഥാനാർത്ഥി, ജയിക്കും എന്ന് BJP പറഞ്ഞിരുന്ന സ്ഥാനാർത്ഥി, അവരുടെ പ്രധാനപ്പെട്ട നേതാവ് മത്സരിച്ചിട്ട് പോലും സാധ്യമാകാത്ത കാര്യം അനിൽ ആൻ്റണിക്ക് സാധിക്കും എന്നാണ് മനോരമ സർവേ പറയുന്നത്. അനിൽ ആൻ്റണിക്ക് അതിനു മാത്രം അനുകൂല സാഹചര്യം നിലവിലില്ല എന്നാണ് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുക. കാരണം അനിൽ ആൻ്റണിയുടെ ഇമേജ് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് വന്നതിന് ശേഷം BJPക്ക് പോലും ഉൾക്കൊള്ളാനുള്ള സമയം ലഭിക്കുന്നതിന് മുമ്പുള്ള മത്സരം, ഒപ്പം തന്നെ അനിൽ ആൻ്റണിക്ക് നേരത്തെ ഒരുപക്ഷെ കെ സുരേന്ദ്രന് ഉള്ളതുപോലെയുള്ള വോട്ട് പിടിക്കാൻ മാത്രം കെൽപ്പുള്ള ഒരു വ്യക്തിത്വം കൂടിയല്ല എന്നുള്ളത് കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ സുരേന്ദ്രനേക്കാൾ താഴ്ന്ന നിലയിൽ മാത്രം വോട്ട് പിടിക്കാനുള്ള ചാൻസാണ് അനിൽ ആൻ്റണിക്കുള്ളത്. പക്ഷേ മനോരമ സർവേയിൽ അനിൽ ആൻ്റണി 2ാമതെത്തും. മാത്രമല്ല 32.17% വോട്ട് നേടും. തോമസ് ഐസക്ക് വെറും 27.7% വോട്ട് മാത്രമാണ് നേടുക എന്നുള്ള പ്രവചനം കൂടി മനോരമ നടത്തുന്നുണ്ട്. മാവേലിക്കരയാണ് മറ്റൊന്ന്. മാവേലിക്കരയിൽ UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് വിജയിക്ക് 39.84% വോട്ട് നേടും. LDF അരുൺകുമാർ 38.24% വോട്ട് മാത്രം നേടും. NDA 20.55% വോട്ട് ആ നിലയിലേക്ക് വർദ്ധിപ്പിച്ചെത്തും എന്നും മനോരമ സർവേ പറഞ്ഞു. പൊന്നാനിയാണ് മറ്റൊന്ന്. പൊന്നാനിയുടെ പ്രത്യേകത, പൊന്നാനിയിൽ സമസ്തയുടെ ഇടപെടൽ മൂലം ഹംസ LDFൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കാനുള്ള സാധ്യതകൾ പലയിടത്തും പ്രവചിക്കപ്പെട്ടിരുന്നു. എന്നാൽ മനോരമ സർവേയിൽ 2ാം സ്ഥാനത്ത് LDF എത്തും എന്നാണ് പറയുന്നത്. 37.61% വോട്ട് മാത്രമാണ് LDF നേടുക. എന്നാൽ UDF സ്ഥാനാർത്ഥി സമദാനി 47.3% വോട്ട് നേടും. ഏകദേശം 10%-ഓളം വ്യത്യാസം, വലിയ വ്യത്യാസം ഉണ്ട് എന്നാണ് മനോരമ സർവേ പറയുന്നത്. NDA 12.91% വോട്ട് മാത്രമാണ് നേടുക. കോട്ടയമാണ് മറ്റൊന്ന്. കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് ജയിക്കും, 41.33% നേടും എന്നാണ് മനോരമ സർവേ പറയുന്നത്. 2ാമത് നിലവിലെ MP ചാഴിക്കാടൻ LDFന് വേണ്ടി 33.43% വോട്ട് മാത്രമാണ് പിടിക്കുക. NDA സ്ഥാനാർത്ഥി തുഷാർ 20.02 വോട്ട് നേടി നില മെച്ചപ്പെടുത്തും എന്നും കോട്ടയത്തെ റിസൾട്ട് മനോരമ പറയുന്നു. ആലപ്പുഴയാണ് മറ്റൊന്ന്. ആലപ്പുഴയിൽ KC വേണുഗോപാലിൻ്റെ വരവോടുകൂടി ചിത്രം മാറുന്ന സാഹചര്യമുണ്ട്. യുക്തിസഹമായ ഒരു റിസൾട്ട് മനോരമ പ്രവചിക്കുന്നുണ്ട്. 43.88% UDF KC ജയിക്കും എന്നാണ് പറയുന്നത്. ആരിഫ് 32.78% വോട്ട് നേടി LDFനെ 2ാമതെത്തിക്കുമെന്നും NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ 22.07% വോട്ട് നേടി 3ാമത് എത്തും എന്നുമാണ് പ്രവചനം. ശോഭാ സുരേന്ദ്രൻ അതിൽ കൂടിയ വോട്ട് നില പ്രതീക്ഷിക്കുന്നുണ്ട്, BJPയും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ മനോരമ സർവേയിൽ 22.07% മാത്രമാണ് വോട്ട് നേടുക എന്ന് പറയുന്നത്. എറണാകുളത്താണ് മറ്റൊന്ന്. ഹൈബി ഈഡൻ 36.74% വോട്ടോടുകൂടി വിജയം തുടരും. LDF 30.22% വോട്ട് നേടി ഷൈൻ ടീച്ചർ 2ാമതെത്തും. NDA 22.23% വോട്ട് രാധാകൃഷ്ണൻ നേടും എന്നും എറണാകുളത്തിൻ്റെ റിസൾട്ട് മനോരമ പ്രവചിക്കുന്നു. ആലത്തൂരാണ് തുല്യ നിലയിലെത്തുന്ന, കണ്ണൂരിനൊപ്പം തുല്യ നിലയിലെത്തും എന്ന് മനോരമ പ്രവചിക്കുന്ന ഒരു സീറ്റ്. ആലത്തൂരിൽ UDF 41% വോട്ട് നേടും, LDF 41% വോട്ട് നേടും, NDA 17.49% വോട്ട് മാത്രം നേടും. ആലത്തൂരിലെ തുല്യ നില പ്രവചനം യുക്തിസഹമല്ല എന്നാണ് നമുക്ക് പരിശോധിക്കുമ്പോൾ തോന്നുക. നമ്മൾ അത് സംബന്ധിച്ച് നേരത്തെ വിശദമായൊരു വീഡിയോ തന്നെ ചെയ്തിരുന്നു. ആലത്തൂരിൻ്റെ റിസൾട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അവിടെ ഉണ്ടായിരിക്കുന്ന മാറ്റം, ഒപ്പം കെ രാധാകൃഷ്ണനെ പോലെ ഒരു കരുത്തനായ സ്ഥാനാർത്ഥിയെ അവിടെ പ്ലേസ് ചെയ്ത LDFൻ്റെ തീരുമാനം, ഇതൊക്കെ കൊണ്ട് ഇങ്ങനെയൊരു റിസൾട്ടിന് ചാൻസ് വളരെ കുറവാണ്. LDFും UDFും തുല്യ നിലയിലാവുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഇങ്ങനെയൊരു സർവേ. കാരണം ആര് ജയിച്ചാലും ഞങ്ങൾ ഏകദേശം
പ്രാവശ്യം പറഞ്ഞിരുന്നു എന്നുള്ള അവകാശവാദത്തിനും സ്കോപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആലത്തൂരിൻ്റെ ഈ റിസൾട്ടിനെ മറികടന്നുള്ള മറ്റൊരു റിസൾട്ടായിരിക്കും അവിടെ വരിക എന്നുള്ളത് ഒരു വസ്തുതയായി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. തൃശ്ശൂരാണ് മറ്റൊന്ന്. തൃശ്ശൂരിൽ LDF രണ്ടാമതെത്തും, NDA മൂന്നാമതേ എത്തുകയുള്ളൂ എന്നുള്ള പ്രവചനമാണ് VMR മനോരമ നടത്തുന്നത്. UDF സ്ഥാനാർത്ഥി K മുരളീധരൻ 37.53% വോട്ടോടെ വിജയിക്കും എന്നുള്ളതാണ് പ്രഖ്യാപനം. മാത്രമല്ല വലിയ വ്യത്യാസം, 7% വോട്ടിൻ്റെ വ്യത്യാസം LDFനുമായി അവിടെ ഉണ്ട് UDFന് വിജയിക്കുന്ന UDF സ്ഥാനാർത്ഥിക്ക് എന്നുള്ളതാണ് കൗതുകകരമായ മറ്റൊരു കാര്യം. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ 30.72% വോട്ട് മാത്രമാണ് പിടിക്കുക. 7% വോട്ടിൻ്റെ വ്യത്യാസം നമുക്ക് ഒന്നാമതെത്തുന്ന സ്ഥാനാർത്ഥിയുമായും K മുരളീധരനുമായി വ്യത്യാസമുണ്ട്. ഒപ്പം തന്നെ NDA സ്ഥാനാർത്ഥി 29.55% വോട്ടാണ് പിടിക്കുക. ചെറിയ 1% വോട്ടിൻ്റെ മാത്രം വ്യത്യാസം രണ്ടാമത് നിൽക്കുന്ന LDF സ്ഥാനാർത്ഥിയുമായി സുരേഷ് ഗോപി ഉണ്ട് എന്നുള്ളതാണ് തൃശ്ശൂരിൻ്റെ ഫലം നമ്മളോട് മനോരമ പ്രവചനം പറയുന്നത്. വടകരയാണ് മറ്റൊന്ന്. വടകര LDFന് ലഭിക്കും. പാലക്കാടും വടകരയും ആണ് LDFന് ലഭിക്കുക എന്നാണ് മനോരമ സർവേ പറയുന്നത്. വടകരയിൽ UDF സ്ഥാനാർത്ഥി 39.65% ഷാഫി പറമ്പിൽ രണ്ടാമതെത്തും. LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർ 41.56% വോട്ടോടുകൂടി ഒന്നാമത് ജയിച്ചു കയറും എന്നാണ് മനോരമ ഈ സർവേയിൽ പ്രധാനമായി ഉന്നയിക്കുന്നത്. NDA സ്ഥാനാർത്ഥി 17.69% വോട്ട് നേടി പ്രഫുൽ കൃഷ്ണ മൂന്നാമതും എത്തും എന്ന് പറയുന്നു. ചാലക്കുടിയിൽ ബെന്നി ബെഹന്നാൻ്റെ വിജയമാണ് മനോരമ പ്രവചിക്കുന്നത്. ബെന്നി ബെഹന്നാന് 36.7% വോട്ട് കിട്ടും. രണ്ടാമതെത്തുക LDFൻ്റെ C രവീന്ദ്രനാഥ മാഷാണ്. അദ്ദേഹം LDFൻ്റെ സ്ഥാനാർത്ഥി 30.95% വോട്ട് നേടും. NDA സ്ഥാനാർത്ഥി 18.61% വോട്ട് നേടും. 5.75% ലീഡ് UDF സ്ഥാനാർത്ഥിക്കുണ്ട്. അവിടെ ഒരു പ്രശ്നം, ലീഡ് കുറയുന്ന സാഹചര്യം UDFനുണ്ട്. അവിടെ ഉണ്ടാകാനിടയുള്ള ഒരു പ്രശ്നം 2020 സ്ഥാനാർത്ഥിയാണ്. 2020 സ്ഥാനാർത്ഥി കാര്യമായ വോട്ട് പിടിക്കും എന്നുള്ളതാണ് ഇവരുടെ പ്രവചനത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ആകെ 16 സീറ്റുകൾ UDF ഉറപ്പായും നേടും, 2 സീറ്റ് LDF ഉറപ്പായും നേടും. 2 സീറ്റിൽ കണ്ണൂരും ആലത്തൂരും തുല്യനിലയും മനോരമ VMR എക്സിറ്റ് പോൾ സർവേ പ്രവചിക്കുന്നു. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് യുക്തിസഹമായ ചില പ്രശ്നങ്ങൾ ഈ സർവേയിൽ ഉള്ളത്. നേരത്തെ പറഞ്ഞ പോലെ പത്തനംതിട്ട, ആലത്തൂർ മുതലായ മണ്ഡലങ്ങളിൽ കാണുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ട്. അത്തരത്തിലുള്ള അയുക്തികമായ ചില കാര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ BJPക്ക് സീറ്റ് കിട്ടാനിടയില്ല എന്നുള്ള പ്രവചനം കൂടി മനോരമയുടെ ഈ സർവേയിലുണ്ട്. അത് വളരെ സമർത്ഥമായി അവർ വാദിച്ച് സമർത്ഥിക്കുന്നുമുണ്ട്. ഉദാഹരണത്തിന് തിരുവനന്തപുരമായാലും തൃശ്ശൂരായാലും വോട്ടിംഗ് പാറ്റേണിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ട് ശതമാനത്തിൻ്റെ സാധ്യതകൾ അവർ യുക്തിസഹമായി സമർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ആകെ വലിയ പ്രശ്നങ്ങൾ ഉള്ളത് ഈ പറഞ്ഞ 2 മണ്ഡലങ്ങളുടെ കാര്യത്തിലാണ്. ബാക്കി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാണാം എന്തൊക്കെ സംഭവിക്കുമെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രവചനങ്ങൾ അങ്ങനെ ശരിയാകണം എന്നൊരു നിർബന്ധവുമില്ല. പല മണ്ഡലങ്ങളിലും പല പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ കാസർഗോഡ് പോലെയുള്ള മണ്ഡലങ്ങളിൽ ഉയരാനിടയുള്ള ചില കൗണ്ടർ വാദങ്ങളുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതൊക്കെ നിലനിർത്തിക്കൊണ്ട് കാസർഗോഡ്, ആറ്റിങ്ങലൊക്കെ അങ്ങനെയുള്ള എതിർവാദങ്ങൾ ഉയരാനിടയുണ്ട്. അതൊക്കെ നമുക്ക് ഇനി ഏതായാലും ഒരു ദിവസമല്ലേ ഉള്ളൂ. നമുക്ക് നാളെ കഴിഞ്ഞ് ഈ റിസൾട്ട് വരുന്നത് വരെ കാത്തിരിക്കാം. വലിയ സമയം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഓരോന്നും ഇനി ഇതിൽ കൂടുതൽ വിശദമായി പരിശോധിക്കേണ്ടതില്ല. മനോരമയുടെ സർവേക്ക് നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം.